അഭിഭാഷകയും സജീവ രാഷ്ട്രീയ പ്രവർത്തകയുമായ റസിയ ബീവിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. ഒരു അഭിഭാഷക എന്നതിലുപരി ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകയും കൂടിയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പും വരുന്ന ഈ ഒരു സമയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ 10 വർഷത്തെ LDF സർക്കാർ, ആ ഭരണം ജനങ്ങളെ എങ്ങനെ ബാധിച്ചു, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ എന്നെല്ലാം മലയാളികൾ ഉറ്റുനോക്കുകയാണ്. എന്താണ് റസിയ ബീവിയുടെ ആ ഒരു അഭിപ്രായം? ഇപ്പൊ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? തീർച്ചയായും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോടെ നമുക്കും കേരളീയ ജനതയ്ക്ക് മൊത്തം കാണുവാൻ സാധിച്ചത്. കാരണം വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ, അങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് നിഷ്പക്ഷരായ ജനങ്ങൾ പോലും ഈ ഒരു രാഷ്ട്രീയത്തെ വളരെ വെറുപ്പോടെ കാണുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു സെമി ഫൈനൽ എന്ന പേരിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞത്. അത് വളരെ സന്തോഷപൂർവ്വം UDF പ്രവർത്തകരെക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങളാണ് സന്തോഷപൂർവ്വം നിയമസഭാ ഇലക്ഷനെ വരവേൽക്കുവാൻ തയ്യാറായിരിക്കുന്നത്. കാരണം ഈ ഒരു വിരുദ്ധത എല്ലായിടങ്ങളിലും തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ മുൻപൊന്നും കാണാത്ത രീതിയിൽ കോൺഗ്രസിൽ ഒരു ഐക്യം നിലവിലുണ്ട് എന്നൊരു ഉണ്ട്. എല്ലാവരും കരുതുന്നത് ഇപ്പൊ കോൺഗ്രസ് പണ്ട് പറയുന്ന കോൺഗ്രസിൽ എപ്പോഴും തമ്മിത്തല്ലാണ്, ഗ്രൂപ്പിസമാണ് എന്നൊക്കെ എപ്പോഴും പറയും. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ആ ഒരു കോൺഗ്രസിന്റെ ഒരു ഇത് കാണാനുണ്ടായിരുന്നു. അപ്പൊ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDF സർക്കാർ വരാനായിട്ട് കൂടുതൽ ശക്തി പകരില്ലേ? തീർച്ചയായും. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിനും അതുപോലെ ഓരോ പാർട്ടി പ്രവർത്തകർ അനുഭവിക്കേണ്ടി വന്ന ജയിൽവാസം, അതുപോലെ പല പല അനീതികൾക്കെതിരെ പോരാടണമെങ്കിൽ ഐക്യം വളരെയധികം അനിവാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കോൺഗ്രസും അതുപോലെ കൂടെ നിൽക്കുന്ന എല്ലാ UDFന്റെ ഘടകകക്ഷികളും വളരെയധികം ഐക്യത്തോടു കൂടി, എസ്പെഷ്യലി ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചു കാണും, കോൺഗ്രസ്സിൽ ഉള്ള ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പല കാലഘട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി എല്ലാ നേതാക്കളും ഈ കഴിഞ്ഞ ഒട്ടേറെ പരിപാടികളുണ്ടായിരുന്നു, അതുപോലെ രാപ്പകൽ സമരം, അങ്ങനെ പല പരിപാടികളിലും എല്ലാ നേതാക്കളും വളരെ ഐക്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം UDFന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ആവശ്യമല്ല, കേരളത്തിന്റെ തന്നെ കെട്ടുറപ്പിന് വേണ്ടുന്ന ഒരു ആവശ്യമാണ് ഈ ഒരു ഐക്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്തത് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയമാണ്. അതില് ആ വിഷയം ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ ഒരു നില, അതായത് ഇതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും എടുക്കാത്തൊരു തീരുമാനമായിരുന്നു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. അത് പിന്നെ സസ്പെൻഡ് ചെയ്തത് പിന്നെ ഡിസ്മിസലായി മാറി. അപ്പൊ ഈ ഒരു ശക്തമായ തീരുമാനം ചെറിയൊരു വിഭാഗമെങ്കിലും രാഹുലിനെ ഇപ്പോഴും അനുകൂലിക്കുന്നവരുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാൻ കഴിയും. ഒരു ചെറിയ വിഭാഗമെങ്കിലും രാഹുലിനെ അനുകൂലിക്കുന്നുമുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ. പക്ഷെ അന്ന് കോൺഗ്രസ് നേതൃത്വം എടുത്ത ആ ഒരു തീരുമാനം ശരിക്കും മാതൃകാപരമല്ലേ? അത് കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരുന്നതായിരുന്നു. തീർച്ചയായും. കാരണം നമുക്കറിയാം, മറ്റു പല ഭരണത്തിലിരിക്കുന്ന പാർട്ടിയിൽ തന്നെ ഇതുപോലെ നിരവധി സമാനമായ കേസുകൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ പറയപ്പെടുന്ന വ്യക്തികൾ തൽസ്ഥാനം തുടരുന്നത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അഥവാ UDF എന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മുതിർന്ന ഒരു നേതാവാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ തെറ്റുകാരൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസിനുണ്ട്. അത് എന്നും പഴയ കാലം തൊട്ട് എന്നും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട നടപടികൾ എടുത്തു. ശരിയായ രീതിയിൽ തന്നെ എടുത്ത തീരുമാനമാണെന്ന് ഈ കഴിഞ്ഞ കോടതി വിധികളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി. കോൺഗ്രസ് തക്ക സമയത്ത് തക്ക നടപടി എടുത്തത് തന്നെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ഇപ്പൊ എപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഒരു നയമെന്ന് പറയുന്നത് ഒരു വർഗീയ ധ്രുവീകരണം നടത്തി ആൾക്കാരുടെ വോട്ട് തേടുക എന്നുള്ളതാണ്. കാരണം ചില സമയങ്ങളിൽ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടും, അത് കഴിഞ്ഞ് ഭൂരിപക്ഷത്തെ പിണക്കിയാൽ ആ വോട്ടുകൾ പോകുമെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് അടുത്ത് ഭൂരിപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടുകളും സ്വീകരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം NSSും SNDPയും ഐക്യത്തോടെ LDFനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോൺഗ്രസ് നേതാവ് VD സതീശൻ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, വർഗീയതയെ എതിർക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന്. ആ ഒരു നിലപാടിനെ കുറിച്ച് എന്താണ് പറയുക? അതായത് CPMന്റെ നിലപാടും കോൺഗ്രസിന്റെ ആ നിലപാടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം.
തീർച്ചയായും നമുക്ക് കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായ രീതിയിൽ തന്നെ അതിന് ഒരു മറുപടി നൽകുകയുമുണ്ടായി. കാരണം വർഗീയത എന്നുള്ളത് കോൺഗ്രസിന്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് എല്ലാ കാലത്തും പഴയ കാലം മുതൽ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഏതൊരു ശക്തി നമുക്കെതിരെ വർഗീയത പറഞ്ഞാലും അത് എത്ര വലിയ നേതാക്കളായാലും അല്ലെങ്കിൽ എത്ര വലിയ സമുദായ നേതാക്കളായാലും അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ മറുപടി അത് നാളേക്ക് വെക്കുന്ന ഒരു സംവിധാനം കോൺഗ്രസിലില്ല. അത് ഇപ്പോഴത്തെ നിലവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏത് സമുന്നത നേതാവായാലും അതിനെതിരെ നന്നായി പ്രതികരിക്കുന്ന ഒരു രീതി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയകാല CPM-ന്റെ ഒരു നയം കൂടിയാണ് നമുക്ക് അതിലൂടെ കാണുവാൻ സാധിച്ചത്. പഴയകാല ചരിത്രങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഓരോ സമുദായത്തെയും തമ്മിൽ തല്ലി പിരിക്കുവാൻ നോക്കി ആ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്ന രീതിയാണ് നമുക്ക് LDF-ന്റെ സൈഡിൽ നിന്നും എല്ലാ കാലത്തും കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ UDF എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായി എല്ലാ സമുദായത്തെയും ഒറ്റക്കെട്ടായി, അത് ഈ കേവലം ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് തന്നെയല്ല, കേരളത്തിന്റെ ഐക്യത്തെ നിലനിർത്തുവാനും മതസൗഹാർദ്ദം നിലനിർത്തുവാനും UDF എല്ലാ കാലത്തും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. അതിൽ മുൻപന്തിയിൽ കോൺഗ്രസ് എന്നും ഉണ്ടാകും. അതിലൊന്നും വോട്ട് ബാങ്കോ അല്ലെങ്കിൽ വിജയമോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. എല്ലാ കാലത്തും നല്ല രീതിയിൽ തന്നെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഉണ്ടായിരിക്കും, UDF ഉണ്ടായിരിക്കും. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് പോലെ ഈ നിഷ്പക്ഷ വോട്ടുകളാണ് കേരളം ഭരിക്കുന്നത് ആര് എന്ന് എപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പൊ അവരെ ആരാണോ സ്വാധീനിക്കുന്നത് അവർക്ക് അധികാരം കിട്ടും എന്ന ഒരു രീതിയിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നത്. അപ്പോൾ ഈ നിഷ്പക്ഷർ എപ്പോഴും കോൺഗ്രസ് മനസ്സുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കോൺഗ്രസിലുള്ള ചില പടലപ്പിണക്കങ്ങളും അതൊക്കെയാണ് ഇവരെ മാറ്റി ചിന്തിക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരാത്ത സമയത്ത് എപ്പോഴും കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് കളികൾ ഉണ്ടാവുമ്പോഴാണ് എന്നത് ആണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പൊ ഈ ഒരു ഐക്യം ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായാൽ തന്നെ എന്തു വന്നാലും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു കാരണം ഇപ്പം BJP കൂടി സജീവമായി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നേരത്തെ LDF UDF മത്സരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു BJPയും കൂടെ NDA സഖ്യം കൂടി അവിടെ മത്സര രംഗത്തുണ്ട് എന്ന് തന്നെ പറയും. അപ്പോൾ പലരും ആരോപിക്കുന്ന ഒരു കാര്യം CJP എന്നൊരു പ്രയോഗമാണ്. CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പലരും പറയുന്നു. അതിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് കരുതുന്നുണ്ട്? CPM BJP ബന്ധം എന്നെടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണുവാൻ സാധിക്കും. പലതരം കേസുകളിൽ നിന്നും അല്ലെങ്കിൽ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടി BJP-യെ നമസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട നേതാക്കളടക്കം LDF-ന്റെ പ്രമുഖരായ വ്യക്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാവ്ലിൻ പോലുള്ള നിരവധി കേസുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളുടെയോ മകന്റെയോ പേരിലുള്ള പലതരം കേസുകളിൽ നിന്ന് ഒരു 44ഓളം തവണ ഇപ്പോൾ ലാവ്ലിൻ കേസ് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ അവരെ എത്രത്തോളം നാം ഒരു മുട്ടുമടക്കി അല്ലെങ്കിൽ തല കുനിച്ച് നിൽക്കുന്നുവോ അത്രത്തോളം ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു കേസിൽ നിന്നോ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നോ രക്ഷപ്പെടുവാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ BJP-യോട് എത്രത്തോളം അനുകൂലമായി നിൽക്കാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് കാണുവാൻ സാധിച്ചു. പല സീറ്റുകളും BJP-ക്ക് ലഭിച്ച പല സീറ്റുകളും എടുത്തു നോക്കിയാൽ പരമ്പരാഗതമായി വരുന്ന LDF കോട്ടയിൽ നിന്നും അല്ലെങ്കിൽ CPM-ന് ലഭിക്കേണ്ട വോട്ടിൽ നിന്നുമാണ് അവരുടെ പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നത്. അവിടെ BJP നല്ലൊരു ശതമാനത്തോടു കൂടി മുന്നേറുവാൻ സാധിച്ചു. അതിൽ നിന്നൊക്കെ ഈ CPM BJP അന്തർധാര കേരളത്തിലെ UDF-നെന്നല്ല നിഷ്പക്ഷരായ ജനങ്ങൾക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ഒരു മുന്നോടിയായി ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP പറയുന്നതിന് എല്ലാ തരത്തിലുമുള്ള കൂട്ടുനിന്നു കൊടുക്കലാണ് CPM അഥവാ LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു തിരിച്ചടി കേരള ജനത കൊടുക്കും എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. അപ്പൊ ഈ ലാവ്ലിൻ കേസിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകളുടെയും മകന്റെയും കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം അപ്പിയർ ചെയ്യുന്ന ഒരു അഭിഭാഷക എന്ന നിലയിൽ ആ കേസുകളുടെ ഒരു നിയമവശം എത്രത്തോളം ഇവർ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതിൽ നിന്ന് ഇവർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? കാരണം മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED-യുടെ സമൻസ് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചപ്പോൾ മകന് ക്ലിപ്പ് ഹൗസിൽ എത്ര റൂം ഉണ്ടെന്ന് പോലും അറിയില്ല എന്നാണ് മറുപടി കൊടുത്തത്. എന്താ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാടി എന്ന് പറയുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി കൊടുക്കാറുള്ളത്. അപ്പൊ ഈ ലാവ്ലിൻ കേസിനെ കുറിച്ച് ഒന്ന് പറയാമോ?
നമുക്കറിയാമല്ലോ ഇപ്പോൾ 44 തവണ കേസ് മാറ്റിവെച്ചു. കേസിന്റെ വിശദമായ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഓരോ കേസുകളിലും പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ വന്നാൽ കേസ് മാറ്റിവെക്കാനുള്ള പലവിധ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിരവധിയായ കാരണങ്ങൾ പറഞ്ഞ് കോടതിയിൽ അപ്പിയർ ചെയ്യാതിരിക്കുക അതൊരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട വക്കീല് ഹാജരായില്ല എന്ന് വെച്ചാൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊരു സാധാരണ കേസല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുക മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് കുറച്ചുകൂടി ഇവരോട് അടുപ്പമുണ്ട്, ആ ഒരു രക്ഷപ്പെടുത്തും എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് വക്കീല് ഹാജരായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ പോകുന്നു. അതുകൊണ്ടാണ് ഈ കേസ് അറിയാലോ 44 തവണ കേസ് മാറ്റിയിട്ടും പ്രശ്നമില്ല എന്ന് വെച്ചാല് രണ്ട് സൈഡിലും ഒരു സപ്പോർട്ട് ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അതായത് ലാവ്ലിൻ കേസിൽ രണ്ടുപേരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളികളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിൽ BJPക്ക് യാതൊരു സ്കോപ്പും ഇല്ലാതിരുന്ന BJPക്ക് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒട്ടേറെ സൗകര്യങ്ങൾ അവർ തന്നെ ഡയറക്റ്റ് ചെയ്ത് നൽകി. CPMന്റെയും LDFന്റെയും കോട്ടയിൽ BJP വരുവാനുള്ള സാഹചര്യം പോലും അതിന്റെ ഒരു മറുപടി അവർക്ക് നൽകുന്ന ഒരു നന്ദി സൂചകമായാണ് നമുക്ക് കാണേണ്ടത്. ഇതേ ഒരു കണക്ഷൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കും? ഇവിടെ എല്ലാ തവണയും നമ്മൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ LDF UDF ഒരു തമ്മിലുള്ള മത്സരമാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തെ മറ്റൊരു UPയോ അല്ലെങ്കിൽ മറ്റൊരു ഇതുപോലുള്ള സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊക്കെ കാണുവാൻ സാധിക്കും. ആ ഒരു സാഹചര്യം പോലും നശിപ്പിക്കുവാനുള്ള ഒരു BJPയുടെ തന്ത്രത്തിന്റെ കൂടെ LDF നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ കാണുവാൻ പോകുന്നതും. അതുകൊണ്ട് UDF എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രണ്ടുപേരുടെയും ശക്തിയെ നമ്മൾ ചെറുക്കുന്ന രീതിയിൽ അത് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ പോലും UDFന് കൂടെ നിന്നുകൊണ്ട് എത്രയോ രീതിയിൽ ജയിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതുപോലെ സീനിയർ ലീഡേഴ്സ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു 100-ലധികം സീറ്റുകൾ വാങ്ങിയായിരിക്കും UDF ജയിക്കാൻ പോകുന്നത്. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു നേതാവിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കോൺഫിഡൻസ് അല്ല, സാധാരണക്കായ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് പറയുവാൻ സാധിക്കുന്നത്. കാരണം BJPയെ രക്ഷിക്കലല്ല, കേരള ജനതയെ രക്ഷിക്കലാണ് എന്ന് LDFന് ഒരു പാഠമായിരിക്കും ഈ വരുന്ന ഇലക്ഷൻ കാണുവാൻ പോകുന്നു. അതുകൊണ്ട് വളരെയധികം ഉയർന്ന മാർജിനോടുകൂടി തന്നെ UDF അധികാരത്തിൽ എത്തുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പൊ നിലവിൽ ഇപ്പം എന്തൊക്കെ ഭാരവാഹിത്വമാണുള്ളത്? യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഒരു 8 വർഷക്കാലം. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 2010-15 കാലഘട്ടത്തിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പൊ നിലവിൽ കോൺഗ്രസിന്റെ OBC ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നല്ല രീതിയിൽ തന്നെ പിന്നോക്ക സമുദായത്തെയും എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിലും, അതുപോലെ നമുക്കറിയാലോ ഈഴവ ഒരു 34% വോട്ട് കേരളത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുണ്ട്. അതുപോലെ 33% മുസ്ലിം സമുദായത്തിനുണ്ട്. ബാക്കി വരുന്ന ഒരു 10% മറ്റു പിന്നോക്ക സമുദായങ്ങൾ. ഇവരെയൊക്കെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടുപോവുക തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ 74% വരുന്ന വോട്ടുകൾ പിന്നോക്ക സമുദായത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം അത് ശരിക്കും മറ്റ് പോഷക സംഘടനയെ പോലെ വളരെ രീതിയിൽ അറിയപ്പെടുന്നില്ല എങ്കിൽ പോലും OBC ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെതായ പരിപാടികൾ നല്ല രീതിയിൽ കൊണ്ടുപോയി ഐക്യം വളർത്തുവാനും പിന്നോക്ക സമുദായം എന്ന് പറയാതെ അവരെയും മുന്നോക്കത്തിലേക്ക് കൊണ്ടുവരാനും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇപ്പോ മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുമേഷ് അച്യുതനാണ് നിലവിൽ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അഭിഭാഷക എന്ന നിലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ആ ഒരു പ്രൊഫഷൻ കൈവരിച്ചിട്ടുള്ളത്? അഭിഭാഷക എന്ന നിലയിൽ തിരുവനന്തപുരം മഞ്ചിയൂർ കോടതിയിലാണ് ഞാൻ ആദ്യമായി പ്രാക്ടീസ് ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട ഒരു നല്ല വക്കീലിന്റെ തന്നെ ഹാഷിം ബാബു എന്ന് പറഞ്ഞ സാറിൻ്റെ കീഴിൽ നിന്ന് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി. അതിനുശേഷം ഹൈക്കോടതിയിൽ ഒരു
നല്ല രീതിയിൽ തന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. TPM ഇബ്രാഹിം ഖാൻ എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റിന്റെ കീഴിലാണ് ഞാൻ പ്രാക്ടീസ് ആരംഭിച്ചത്. ഇപ്പോൾ സ്വയം ഓഫീസ് നടത്തി പോരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കറന്റ് അഫയേഴ്സ് അതുപോലുള്ള സമകാലിക രാഷ്ട്രീയം അതുപോലെ മറ്റ് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഒത്തിരി പേപ്പർ പ്രസന്റേഷൻ ചെയ്യാനും അങ്ങനെയൊക്കെ സാധിക്കാറുണ്ട്. ഈ അടുത്തായി സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ നടത്തിയ പൊളിറ്റിക്സ് ആൻഡ് ജുഡീഷ്യറി എന്ന ഒരു സെമിനാറിൽ നല്ല രീതിയിൽ പേപ്പർ പ്രസന്റ് ചെയ്യാനും ബെസ്റ്റ് സ്പീക്കറായി തിരഞ്ഞെടുക്കുവാനും സാധിച്ചു. അത് മുഖേന എനിക്ക് ഖത്തർ യൂണിവേഴ്സിറ്റിയിലും ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതോടനുബന്ധിച്ച് ദുബായ്, ഖത്തർ ഇതുപോലുള്ള ഒത്തിരി യൂണിവേഴ്സിറ്റികളിലും ഞാൻ പേപ്പർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഔദ്യോഗിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. താങ്ക്സ്, വളരെ നന്ദി.